പറമ്പിൽ പോയിട്ട് അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കും അവിടെ അടുത്തുള്ള കടയിൽ നല്ല ചൂട് പഴംപൊരിയും അതുപോലെ പരിപ്പോടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 4 പഴംപൊരിയും 2 പരിപ്പോടെയും മേടിച്ചു. പ്ലാസ്റ്റിക് കവറാ? ഓ, ഇതാണ് നല്ല ചൂടുള്ള പഴംപൊരി വിത്ത് നല്ല കളറുണ്ട്. അതുപോലെ തന്നെ പരിപ്പോടെ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പോടെയായിരുന്നു. അപ്പം ഇപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പഴുത്ത പഴം. ഈ പരിപ്പോടെ കഴിക്കാമോ? കൊള്ളാം കേട്ടോ. നല്ല ഓയിലുണ്ട്, എന്നാലും നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഇത് വേണ്ടേ? കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടോ പറയും. കൊള്ളാലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നു. ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ അടിക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണയും നമ്മുടെ നോർമൽ വെളിച്ചെണ്ണയും പ്രോസസ്ഡ് ആയിട്ട് വരുന്ന വെളിച്ചെണ്ണയും തമ്മിൽ ആ സാധനത്തിന് വ്യത്യാസമുണ്ട്. മീൻസ് ഇത് വാങ്ങിച്ച് വണ്ടിയിൽ വെച്ചിട്ട് കുറച്ച് സമയമായി. അപ്പോൾ വണ്ടി ഫുള്ള് പഴംപൊരിയുടെ മണമാണ്. സോ ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ടില്ല. അടുത്ത് പരിപ്പോടെ ട്രൈ ചെയ്ത് നോക്കാം. പഴംപൊരി നല്ല ടേസ്റ്റ് ആയിരുന്നു. പരിപ്പോടെ ക്രിസ്പിയും അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ. പഴംപൊരിയിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഏലക്കയിട്ട പഴംപൊരി കിട്ടുന്നത്. പഴംപൊരിയിൽ ഏലക്ക ഉണ്ടായിരുന്നു. അപ്പം ഏലക്കയുടെ ഒരു ചെറിയ ഫ്ലേവറും വരുന്നുണ്ടായിരുന്നു. പരിപ്പോടെ കൊള്ളാം കേട്ടോ. ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല കട്ടിയുണ്ട്. പ്ലസ് അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എങ്ങനെയുണ്ട്? നല്ല ക്രിസ്പി ആയിട്ടില്ലേ? ആക്ച്വലി വെളപ്പശാലയുടെ അടുത്തുള്ളൊരു തട്ടുകടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കൊല്ലംകോണം. വെളപ്പശാലയുടെ അടുത്തുള്ള കൊല്ലംകോണം എന്ന് പറയുന്ന ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. മീൻസ് അവിടെയുള്ള സ്ഥലത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇങ്ങനെ ഫുൾ ക്രിസ്പി ആയിട്ടുള്ള വട കഴിച്ചിട്ട് കുറേ കടയായി. അതുപോലെ പഴംപൊരിയും അത്യാവശ്യം സെറ്റ് സാധനമായിരുന്നു. ഉള്ളിയോടെ ഉണ്ടായിരുന്നോ? അയ്യോ, ഇന്നലെ വാങ്ങിച്ച ഉള്ളിയോടെ ഭയങ്കര സെറ്റായിരുന്നു. കുറവണത്തുനിന്ന് വാങ്ങിച്ച. വാങ്ങിച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ, അതായത് വളപ്പശാലയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പട്ടിയൂർക്കാവ് പോയിട്ട് ഇത് വണ്ടിയിൽ വെച്ചിട്ട് ഓടിച്ചായിരുന്നു. പക്ഷെ ഇതിൻ്റെ ആ ഒരു മണം കാരണം വണ്ടി ഇപ്പം റോഡ് സൈഡിൽ ഒതുക്കിയിട്ടിട്ട് ഇവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. മണം പോലെ തന്നെയാണ് അത്യാവശ്യം ഭയങ്കര കിടിലം ആയിട്ടുള്ള വടയും പഴംപൊരിയിൽ ഏലക്ക ഇട്ട പഴംപൊരി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ പഴംപൊരിയും വടയും കഴിച്ചായിരുന്നു. അടിപൊളി സെറ്റായിട്ടുള്ള വടയും, അതായത് പരിപ്പോടല്ലേ, പരിപ്പോടയും വാഴയ്ക്കപ്പം ഏലക്ക ഇട്ടിട്ടുള്ള, ഏലക്കയുടെ ഒരു ചെറിയ ഫ്ലേവറുള്ള ഒരു വാഴയ്ക്കപ്പമായിരുന്നു. പരിപ്പോട ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള സെറ്റ് പരിപ്പോടയായിരുന്നു. ഞാൻ കുറേ നോക്കിയതാണ് ഇങ്ങനെയുള്ള ഒരു പരിപ്പോട കഴിക്കുന്നത്. ആക്ച്വലി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് നേരെ